ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കില്ലിംഗ് ആർട്ട് കണ്ടാലോ? അതിനായിട്ട് ആദ്യം തന്നെ ഒരു കട്ടിയുള്ള പേപ്പർ ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് ഐവറി ഷീറ്റ് എടുക്കാം, ബോണ്ട് പേപ്പർ എടുക്കാം, ചാർട്ട് പേപ്പർ എടുക്കാം, ഏത് പേപ്പർ ആയാലും എടുക്കാം. പക്ഷേ നല്ല കട്ടിയുള്ള തിക്ക് പേപ്പർ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഏത് ലെറ്റർ ആണോ അതിനകത്തേക്ക് ചെയ്തെടുക്കേണ്ടത് അത് ആദ്യം ഒന്ന് നമ്മൾ പെൻസിൽ കൊണ്ട് നമ്മൾ എഴുതിയെടുക്കുക. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം എനിക്കൊരു ലൈറ്റ് ഒരു മെറൂൺ ഷെയ്ഡാണ് ഇതിന് കൊടുക്കേണ്ടത്. കില്ലിംഗ് ആർട്ടിൻ്റെ സ്ട്രിപ്സ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ്. അപ്പോൾ അതുമായിട്ട് കുറച്ചൊരു സാമ്യമുള്ള ഒരു ലൈറ്റ് ഷെയ്ഡ് നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊന്ന് ഫില്ല് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലൈറ്റ് പിങ്ക് ആണ് സെലക്ട് ചെയ്തത്. ഒരിക്കലും ബ്രൈറ്റ് കളേഴ്സ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എഴുതിയ ആ ഒരു ലെറ്ററിൻ്റെ അകത്തേക്ക് ഒരിക്കലും പെയിൻറ്റ് ആവാൻ പാടില്ല. ഇനി നമ്മൾ കുറച്ച് ഗ്ലൂ ഇതുപോലെ എടുത്ത് വെക്കാം. ഇനി നമുക്ക് ലെറ്റർ മേക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ തിക്കായിട്ടുള്ളൊരു പേപ്പർ ഇതുപോലെ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്യുക. ഇതൊക്കെ മുന്നിലത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ലെറ്റർ മേക്ക് ചെയ്തതിന് ശേഷം പെയിൻറ്റ് ചെയ്യാനും പാടില്ല. അങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ലെറ്റർ മേക്ക് ചെയ്ത ആ ഒരു പേപ്പറിലൊക്കെ ചിലപ്പോൾ പെയിൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്, കൂടുതലാണ്. അതുകൊണ്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം ലെറ്റർ മേക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ലെറ്റർ മേക്ക് ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഒരുപാട് വീഡിയോസിൽ, ഒരു 3-4 വീഡിയോസിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആദ്യം അളവ് നോക്കുക, അതിനുശേഷം എവിടെയാണ് ഫോൾഡ് ചെയ്യേണ്ടത് അവിടെ ഫോൾഡ് ചെയ്യാം. അപ്പോൾ എല്ലാ രീതിയിലും ഫോൾഡൊക്കെ ചെയ്തതിന് ശേഷം ഗമ്മിലൊന്ന് പ്രസ് ചെയ്യാം. പിന്നെ നമുക്ക് എവിടെയാണോ അത് വെക്കേണ്ടത് അവിടെ വെക്കുക. അത്ര മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ കൃത്യമായ അളവും കാര്യങ്ങളൊക്കെ എടുത്തെടുത്തിട്ട് വേണം ഓരോ സൈഡും ചെയ്യാനായിട്ട്. ഇന്ന് നമുക്ക് ഒറ്റ ലെറ്ററേ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ലെറ്റർ മേക്ക് ചെയ്യുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഒറ്റ ലെറ്റർ ആകുമ്പോൾ പെട്ടെന്ന് കഴിയും. അത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ആശ്വാസത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കെ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ലെറ്ററാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഫോൾഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പേർ ഇപ്പോഴും ഡൗട്ട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു പേപ്പർ ഏതാണ്, എങ്ങനെയാണ് ലെറ്റർ മേക്ക് ചെയ്യുന്നത് എന്നൊക്കെ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ലെറ്റർ മേക്ക് ചെയ്യുന്നതെന്നുള്ളത്. ആദ്യം നമ്മൾ ആ ഒരു വരച്ചതിൻ്റെ സൈസ് ആദ്യം വച്ച് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് എത്രയാണ് സൈസ് എന്ന് നോക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ എടുക്കുന്ന ആ ഒരു സ്ട്രിപ്സിൽ വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്യാം. പിന്നെ ഏകദേശം നമുക്ക് ഇവിടെ ഫോൾഡ് ചെയ്യണം, അവിടെ ഫോൾഡ് ചെയ്യണം എന്നൊക്കെ ഫോൾഡ് ചെയ്ത് നോക്കി ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കൃത്യമായിട്ട് അളവൊന്നും എടുത്ത് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അത് നമുക്ക് പതിയെ ഓരോന്ന് ചെയ്ത് വരുമ്പോൾ നമുക്കതങ്ങ് യൂസ്ഡ് ആയിക്കോളും. അല്ലാതെ ഇത് ഭയങ്കര പാടുള്ള ഒരു സംഭവങ്ങളൊന്നും അല്ല. നമുക്ക് ചെയ്ത് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അങ്ങനെ നമ്മൾ കെ ഇവിടെ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഈ കെയുടെ ഉള്ളിലായിട്ട് കുറച്ച് സ്ട്രിപ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇതുപോലെ മുമ്പിലും ബാക്കിലുമായിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ സെയിം കളർ തന്നെ, വൈറ്റ് തന്നെയാണ്, വൈറ്റിൽ ഒരു ഓഫ് വൈറ്റ് ആണ്. അപ്പോൾ അത് തന്നെ ഒന്ന് ഉള്ളിലൊന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു വാലന്റൈൻസ് ഡേ അല്ലേ, ഒരു ഫ്ലവറിൻ്റെ ഒരു തീം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഞാൻ കെയുടെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ ഒന്ന് വച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ളൊരു ഷേപ്പാണ് കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി, ആ ഒരു പേപ്പറിലേക്ക് ഒട്ടിക്കാൻ വേണ്ടി മാത്രമേ ഗ്ലൂവിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അല്ലാതെ ഈ ഒരു സ്ട്രിപ്പ് റോൾ ചെയ്യാൻ വേണ്ടി, ഒരു ക്വില്ലിംഗ് സ്ട്രിപ്പ് റോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗ്ലൂവിൻ്റെ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് മുന്നിലും ബാക്കിലും ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ പറഞ്ഞു, ഞാനൊരു മെറൂൺ ഷെയ്ഡാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ ഒരു മെറൂൺ ഷെയ്ഡാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന നെക്സ്റ്റ് സ്ട്രിപ്പ്. അതായത് നമുക്ക് പുറത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ കളർ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും ബ്രൈറ്റ് എടുക്കരുത് എന്ന്. അപ്പം നമ്മൾ അടിയിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല ബ്രൈറ്റ് ആയിരിക്കുമ്പം, നമ്മൾ കൊടുത്ത കളർ നല്ല ബ്രൈറ്റ് ആയിരിക്കുമ്പം മൊത്തത്തിൽ ഒരു വല്ലാത്തൊരു ഫീലായിരിക്കും. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ലൈറ്റായിട്ട് കൊടുക്കുക. നമ്മൾ എടുക്കുന്ന കളറിൻ്റെ ലൈറ്റ് വേർഷൻ ഏതാണോ അത് കൊടുക്കുക. അങ്ങനെ നമ്മൾ റോൾ ചെയ്ത് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ഹാർട്ട് ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്കിത് ഫ്രെയിം ചെയ്യണം. ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു A4 സൈസിലുള്ള സെയിം നമ്മൾ ഏത് പേപ്പറാണോ മേക്ക് ചെയ്യാൻ എടുക്കുന്നത് ആ ഒരു പേപ്പർ തന്നെ എടുക്കാം.
സെയിം കട്ടിയുള്ള പേപ്പർ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ബാക്കിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു പേപ്പറിൻ്റെ സെൻറ്ററിലായിട്ട് അതൊന്ന് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്നോ ഇനിയിപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നോ എന്താണ് എഴുതി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്യുകയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാം. ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ ആഡ് ചെയ്യാം, അതൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, പ്ലെയിൻ ആയിട്ട് അത് മാത്രം ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രെയിം ചെയ്യാം. ഇത് നോർമൽ അക്രലിക് ഫ്രെയിമാണ്, A4 സൈസിൽ വരുന്ന നോർമൽ അക്രലിക് ഫ്രെയിമാണ്. കാരണം ഞാൻ എടുത്തിരിക്കുന്ന സ്ട്രിപ്സ് 3mm മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫ്രെയിം മതിയാകും. ഇതിൽ കൂടുതൽ സ്ട്രിപ്സിൻ്റെ വിഡ്ത്ത് കൂടുമ്പോൾ ഫ്രെയിം മാറ്റേണ്ടി വരും. ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് നമുക്കിത് എന്തായാലും കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കാണാനോ മറ്റൊരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.